എവ്രിവൺ, വെൽക്കം ബാക്ക്. നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു അനദർ കൺട്രി വിസിറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇനിയുള്ള നമ്മുടെ കുറച്ച് വീഡിയോസ് അത് റിലേറ്റഡ് ആവട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഒരു 8 AM, അതായത് മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു നമുക്ക്. സോ നമ്മൾ നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് കുറച്ച് നേരം വെറുതെ ഇരിക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. സോ അതിനുവേണ്ടി നമ്മൾ എമിഗ്രേഷൻ ക്ലിയറൻസും ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നല്ല അടിപൊളി കാം ആൻഡ് ക്വൈറ്റ് ഉള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു, അവിടെ പോയി റെസ്റ്റ് എടുത്ത് ദെൻ നമ്മുടെ ഗേറ്റ് ഓപ്പണിംഗ് ടൈം ആയപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി. പിന്നെ എയറോ ബ്രിഡ്ജിലൂടെ ഒക്കെ നടന്ന് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് പോവാണ്. മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൈ വ്യൂ ക്ലൗഡ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വെയിറ്റ് നമ്മൾ എവിടേക്കാണ് പോണത് എന്നുള്ളത് റിവീൽ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ഇന്തോനേഷ്യയിലേക്കാണ് കേട്ടോ പോണത്. നമ്മൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ക്വാലാലംപൂരിൽ പോകും, അവിടെ ഒരു 5 hours ലേ ഓവർ, ദെൻ നമ്മൾ ഇന്തോനേഷ്യ. Para tetamu yang dihormati, sila tanggalkan sepatu limit over your bullet time. Semasa di pintu pesawat, gembungkan pelampung keselamatan dengan menyentap. ബട്ട് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞ പോലെ ഒന്നല്ല കേട്ടോ കാര്യങ്ങൾ നടക്കല്. ഞാൻ ഫ്ലൈറ്റിൽ കയറിയാൽ എപ്പോഴും എന്താ ഉണ്ടാവില്ലെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ കയറും, കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ഞാൻ ഉറങ്ങാൻ തുടങ്ങും. പിന്നെ ഇടയ്ക്കൊന്ന് നീക്കും, പിന്നെയും ഉറങ്ങും. കാരണം എന്താ പറയുക, വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. പിന്നെ ഫോണിൽ നോക്കിയിരിക്കൽ എനിക്ക് ഫ്ലൈറ്റിനെ അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. ഏതെങ്കിലും സോങ് പ്ലേ ചെയ്തെങ്ങാണ്ട് സ്ലീപ്പ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ സ്ലീപ്പിങ് ഫ്ലൈറ്റിൽ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, എന്നാലും ഓക്കെയാണ്, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി ഒരുപാട് സീനറീസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ മലേഷ്യയിൽ എത്തിയിട്ടുണ്ട്. ഒരു നൂൺ ടൈമിലാണ് കേട്ടോ നമ്മൾ മലേഷ്യയിൽ എത്തിയത്. ഏകദേശം ഒരു 4.5 hours ജേർണി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മലേഷ്യയിൽ എത്തിയതിന് ശേഷം നമ്മൾ മെയിനായിട്ട് മലേഷ്യയിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എക്സിറ്റ് അടിച്ചിട്ടൊന്ന് പുറത്തിറങ്ങണം എന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ മലേഷ്യൻ വിസ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഈ ഇറങ്ങണമെന്നല്ലേ. നമ്മൾ മലേഷ്യയിൽ വിസിറ്റ് ചെയ്യപ്പെട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മലേഷ്യയിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് പുറത്തിറങ്ങണത്. വേറെ ഒന്നുമല്ല, ബിക്കോസ് അത് നമുക്ക് 2 പേർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പെർട്ടിക്കുലർ ചോക്ലേറ്റ് ഉണ്ടല്ലോ, തിരാമിസു ബെർലീസിൻ്റെ, അതും കൂടി കഴിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മലേഷ്യയിൽ ഇറങ്ങി എക്സിറ്റ് അടിച്ച് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടോ. ആ ഫുഡ് ഐറ്റംസിൻ്റെ പേരോ അല്ലെങ്കിൽ വീഡിയോ നമ്മളെ കയ്യിലില്ല. ഈ കാണുന്ന 2 ഫുഡ് ഐറ്റംസ് ആട്ടോ. ഫോട്ടോ കിട്ടിയപ്പോൾ ഞാൻ ആഡ് ചെയ്തതാണ്. ദെൻ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ബെറിൽസിൻ്റെ തിരാമിസു. ഇതിൽ മോസ്റ്റ്ലി ഐ തിങ്ക് ഒരു 2 to 3 ഫ്ലേവേഴ്സ് ഉണ്ട്. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു തിരാമിസു ഫ്ലേവറാണ് കേട്ടോ. അടിപൊളിയാണ് ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നപ്പം ഏകദേശം നമ്മുടെ ഫ്ലൈറ്റ് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റിലായിരുന്നു കേട്ടോ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഐ തിങ്ക് ഒരു 6:30-6 o'clock മറന്നുപോയി ശരിക്കും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി നമ്മളെ ഡ്രീം ഡെസ്റ്റിനേഷനിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. യെസ് ഗൈസ്, നമ്മൾ ഡെൻപസർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അതായത് ഇന്തോനേഷ്യയിലെ എയർപോർട്ടാണ് കേട്ടോ. സോ അവിടുന്ന് നമ്മുടെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ലോങ് പ്രോസസ്സ് ആയിരുന്നു. അതേപോലെ തന്നെ വലിയൊരു ലോങ് ക്യൂ ആയിരുന്നു. ഇന്തോനേഷ്യയിൽ ഒരു മെയിൻ സീസൺ ആട്ടോ, അതായത് പീക്ക് സീസൺ ആണ്. ഒരുപാട് ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് നമ്മളെ പോലെ തന്നെ. സോ വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഓൾമോസ്റ്റ് ഒരു 7 kilometer ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഹോട്ടലിലേക്ക് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിയാൻ തന്നെ ഒരുപാട് ലേറ്റായി. നമുക്ക് കുറച്ച് ട്രബിളൊക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എയർപോർട്ടിൽ ഒരു 2 to 2.5 hours നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി ഹോട്ടലിൽ പോവുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അതേന്ന് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്ത് ഒരു അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. അതായത് കാണാൻ നല്ല എന്താ പറയുക, ഒരു ഗ്രീനറി വൈബ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ റൂമിൽ കയറി നല്ലവണ്ണം സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ബാക്കി നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നേരെ പോകുന്നത് നുസാ പെന്നിലേക്കാണ്. അതായത് ഐലൻഡാണ് കേട്ടോ. ഒരു കൈൻഡ് ഓഫ് ലക്ഷദ്വീപ് ലുക്ക് ലൈക്ക് ഐലൻഡാണ്. അതായത് കംപ്ലീറ്റ്ലി നമ്മൾ ഇവിടുന്ന് ഒരു ഫെറി എടുത്തിട്ട് വേണം അവിടേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഒരു 9:30 നമ്മുടെ ഫെറി ഉണ്ടായിരുന്നത്. മുഖത്ത് നല്ല ഉറങ്ങി നീറ്റ് ആ ഒരു ഫീലാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ സനൂർ ബീച്ചിലേക്ക് പോയിട്ട് അവിടെ ഒന്ന് കണ്ടതിന് ശേഷം നേരെ
ഹാർബറിലേക്ക് പോകാനായിരുന്നു പ്ലാന്. അവിടെയുള്ള ബീച്ച് ഒരു നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ് കേട്ടോ. ഒരുപാട് ഷോപ്സും കഫേസും അങ്ങനെ കുറേ അധികം നല്ല ഒരു പിൻട്രസ്റ്റി എസ്തെറ്റിക് വൈബ് ആയിട്ടുള്ള ഒരു പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഫെറിയുടെ ഓഫീസിലേക്ക് ലൈക്ക് അവിടെ പോയിട്ട് വേണം, നമുക്കൊരു ടാഗ് കിട്ടും, നമ്മളെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് കിട്ടും കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത്, കാരണം ഫെറി എടുക്കാൻ ടൈം ആകുമ്പോൾ ഇവർ നമ്മളെ ഇവിടേക്ക് കൊണ്ടുപോകും, നമ്മുടെ പോർട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ പോർട്ടിലേക്ക് നടക്കുകയാണ്. ഈ പോർട്ട് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, നമ്മളെ ഫ്ലൈറ്റിൻ്റെ എയർപോർട്ടൊക്കെ പോലെ തന്നെ ചെക്കിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നല്ല ഭംഗിയുള്ള, കുറച്ച് നല്ല നമ്മൾ നോർമലി കണ്ടുവരുന്ന കൈൻഡ് ഓഫ് പോർട്ടല്ല, ഒന്നും കൂടി അടിപൊളിയാണ്. എന്ന് കരുതി കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല കേട്ടോ. നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യുക പോവുക അത്രേ ഉള്ളൂ. ബട്ട് എന്താ പറയുക, ഒന്നും കൂടി നല്ലൊരു വൈബായിട്ടുള്ളൊരു പോർട്ടായിരുന്നു അത്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഫെറി നിർത്തിയിട്ട സ്ഥലത്തേക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. ബട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വെള്ളം, നടുവിലൂടെ ഒരു പാലൊക്കെ വെച്ച് ഒരു ബ്രിഡ്ജ്, ചില സ്ഥലത്തൊക്കെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നേരത്തെ ഒരു ടാഗിൻ്റെ കേസ് പറഞ്ഞില്ലേ, നമ്മൾ ഫെറിയിലേക്ക് കയറുന്നതിന് മുന്നായിട്ട് നമ്മുടെ കയ്യിലുള്ള ടാഗ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെറിയിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫെറി ഇതാണ്. കുറച്ച് റഫായിട്ടുള്ള സീ ആണ്, കുറച്ച് ട്രബിളാണ്. സീ സിക്നസ് ഉള്ളവർക്കൊക്കെ കുറച്ച് പാടുപെടും കേട്ടോ. ഈ ഒരു എന്താ പറയുക, നുസ പെന്നിഡ ജേണി ഫെറിയിലുള്ളത് കുറച്ച് ട്രബിളാണ്. ഞാനാണെങ്കിൽ ഫെറിയിൽ കയറി പാട്ട് വെച്ച് ഒറ്റ ഉറക്കം, കാരണം ഒന്നും നോക്കിയില്ല. കാരണം നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്ലേസസ് കാണാനൊന്നും മൂടുണ്ടാവില്ല. ഫുള്ളി എന്താ പറയുക, ഒരു ടയേർഡ്നെസ്സും കാര്യങ്ങളാവും. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ എന്തൊരു സോങ് കേട്ടോ ഒറ്റ ഉറക്കായിരുന്നു കേട്ടോ. കുറച്ച് ഹാർഷ് ചെയ്യുന്ന, അതായത് നല്ല റഫായിരുന്നു ഈ ഒരു പോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഏകദേശം ഒരു 1 hour ജേണിക്ക് ശേഷം നമ്മൾ പോർട്ടിലെത്തിയിട്ട്, അതായത് നുസ പെന്നിഡയിൽ എത്തിയിട്ടുണ്ട്. നുസ പെന്നിഡയിലെ പോർട്ടിൽ ഓൾമോസ്റ്റ് ഒരു 1 hour നമ്മൾ ഫെറിയിൽ ഇങ്ങോട്ടുള്ള യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പോണ വഴിക്ക് തന്നെ ഒരുപാട് ഏജൻറ്റ്സ്, നമുക്ക് 1 day ട്രിപ്പായിട്ടൊക്കെ അവിടെ ചൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗൈഡ് അവിടെ വരും, നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും കേട്ടോ. നമ്മൾ ടാക്സി ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ബാർഗെയിൻ ചെയ്യാനും കാര്യങ്ങൾ നമ്മൾ ഒപ്പം വന്നിട്ട് നമ്മളൊരു ടാക്സിയിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈവറിൻ്റെ കൂടെ കയറുന്ന കണ്ടാലേ അവർ പോവുള്ളൂ. തന്നെ അതിനുശേഷം നമ്മൾ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു ഷോപ്പാണ് സർക്കിൾ എന്ന് പറയും. അതേപോലത്തെ കുറേ ഷോപ്സ് ഉണ്ട്. അങ്ങനെ സർക്കിളിൽ കയറാൻ മെയിനായിട്ടുള്ള റീസൺ, ഈ ഒരു വീഡിയോ കാണിക്കാൻ കാരണം, നമ്മൾ ഇന്തോനേഷ്യയിൽ പോയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും അല്ലെങ്കിൽ 2 മിനിമം നമ്മൾ 2 കഴിക്കലുണ്ട് കേട്ടോ. ഈ ഫുഡ് ഐറ്റംസ് കഴിക്കലുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബറീറ്റോ, ബർഗർ, ഇന്തോനേഷ്യൻ ഭാഷയിൽ പറഞ്ഞാൽ ബർഗർ ആൻഡ് ബുറീറ്റോ ആണ് കേട്ടോ. എൻ്റെ മക്കളെ, ഈ ഒരു ചിക്കനാണ് മെയിനായിട്ട്. ചിക്കൻ്റെ ഈ ഒരു ബറീറ്റോയും ബർഗറും അടിപൊളിയാണ്. അതേപോലെ ഇതൊരു അയാം കറി ബാവോ ബണ്ണാണ് കേട്ടോ. അതും അടിപൊളിയാണ്. ഉള്ളിൽ നല്ല ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വന്നിട്ട്, ഇത് ഞാൻ കാണിക്കാൻ കാരണം ഇത് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ, ഇന്തോനേഷ്യയിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഐറ്റംസും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എപ്പോൾ നോക്കിയാലും നമ്മൾ ഈ ഫുഡ് ഐറ്റംസിൽ പോയിട്ട് എൻഡ് ചെയ്യും. ലൈക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതാവും ഇഷ്ടം, അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഇതിമ്പോൾ കൂടും കേട്ടോ. ബട്ട് എല്ലാം നമ്മൾ ട്രൈ ചെയ്തിരിക്കണം. പക്ഷേ ഇത് നമ്മൾ അത്രയ്ക്ക് ഫേവറേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, വെറുതെ പറയല്ല. പിന്നെ വീഡിയോ കിട്ടിയില്ല, ചിക്കൻ കരാഗെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷും കൂടി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് കാറ്റ് കൊണ്ടിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, അത് ഇൻഡോർ ആയിട്ട് AC ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. അതിൽ ഒരു നല്ല ഇന്തോനേഷ്യയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ പോകുന്നത് ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കെലിങ് ക്ലിങ് അല്ലെങ്കിൽ ക്ലിങ് ക്ലിങ് എന്ന് പറയും. അങ്ങനെ കറക്റ്റ് പറയൽ 2 രീതിയിൽ പറയാം കേട്ടോ. അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത്.
എനിക്ക് ഈ ഇന്തോനേഷ്യൻ്റെ എൻ്റെ ട്രിപ്പിൽ എനിക്ക് കുറച്ചധികം ഫിസിക്കലി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്ലേസാണ് നുസ പെനിഡ. നുസ പെനിഡയിലുള്ള ഈച്ച് ആൻഡ് എവറി ഡെസ്റ്റിനേഷൻസും ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ. ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു ട്രക്കിംഗ് കൈൻഡ് ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കുറച്ച് ഫിസിക്കലി കുറച്ച് ടഫായിരുന്നു. പിന്നെ നമ്മൾ അതിനുശേഷം ബ്രോക്കൺ ബീച്ചും ഏഞ്ചൽസ് ബില്ലബോങ് ബീച്ചും കൂടി കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഏഞ്ചൽസ് ബില്ലബോങ് ആണ്. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് വന്നെങ്കിൽ കൂടി ഇവിടെ ടോപ്പിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് വിശക്കണില്ലെങ്കിൽ പോലും നമ്മൾ ആ വ്യൂ കണ്ടപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു തോട്ട് വന്നു. വന്നപ്പോൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റും ചെയ്യാം. ഒരു ഇന്തോനേഷ്യൻ ഫുഡ് മിയ ഗൊറാങ്, നമ്മുടെ ഭാഷയിൽ ഫ്രൈഡ് ചിക്കൻ നൂഡിൽസ്, ഇന്തോനേഷ്യയിലാവുമ്പോൾ മിയ ഗൊറാങ്, അതും കഴിച്ച് ആ ഒരു കാറ്റും ആ ഒരു സീനറും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ എക്സാക്ട്ലി എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതാണ് ഏഞ്ചൽസ് ബില്ലബോങ്. ഈ ഒരു ഷേപ്പ് വരാൻ കാരണം സീ വേവ്സ് വന്നിട്ട് തട്ടിയിട്ടാണ് കേട്ടോ ഈ ഓരോ കുഴികളും ഉണ്ടായിട്ടുള്ളത്. അത്യാവശ്യം നല്ല കാറ്റായിരുന്നു. പിന്നെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് നമ്മൾ കെയർഫുള്ളായിട്ട് പോകണം. എല്ലാതും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഡിഫിക്കൽട്ടാണ് എല്ലാതും. നമുക്ക് കാണുമ്പോൾ ഇതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അങ്ങനെ മനസ്സിലാവില്ല കേട്ടോ, സിമ്പിളൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് എല്ലാവരും കുറച്ച് നടക്കും, കുറച്ച് റെസ്റ്റ് എടുക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ ബ്രോക്കൺ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷനാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാണാനുള്ള ഭംഗിയുണ്ട്. നമ്മൾ അവിടെ കുറേ നേരം നോക്കി നിന്ന് പോട്ടെ. നല്ല ക്ലിയർ ടെർക്കോയിസ് വാട്ടറാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല ടയേർഡാവുമെന്ന്. സോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് എന്തെങ്കിലും കുടിച്ചും കഴിച്ചൊക്കെ വേണം പോകാൻ, അല്ലെങ്കിൽ ഫുള്ളി ടയേർഡാവും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉള്ളൊരു സ്പോട്ട് കണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് അവിടെ ചെറിയൊരു കുഞ്ഞാട്ടോ. അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മൾ നല്ല ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബാക്കി വിശേഷങ്ങളൊക്കെ അതിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ.